ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ദ നേവി ആക്ടർ മല്ലു. അപ്പം യൂട്യൂബർ മണവാളൻ യൂട്യൂബർ മണവാളനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ തന്നെ നിങ്ങളെല്ലാവരും കണ്ടായിരുന്നു, ലുക്കൗട്ട് നോട്ടീസ് വരെ ഇറങ്ങിയിരുന്നു. അപ്പം ആള് ചില രീതിയിൽ പല രീതിയിലുള്ള തരികിട പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ കുറേ പ്രാങ്ക് വീഡിയോസൊക്കെ കാണാറുണ്ട്. ബട്ട് പുള്ളി ചെയ്ത കുറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യലഹരിയിൽ വണ്ടി ഇടിച്ച് 3 പിള്ളേരെ കൊല്ലാൻ നോക്കി. എന്നിട്ടാണ് പുള്ളി ഒളിവിൽ പോയിരുന്നത്. ഇപ്പം റീസെൻ്റ്ലി പോലീസ് അങ്ങനെ പൊക്കി. അപ്പം പുള്ളിയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. മാധ്യമങ്ങളിൽ മണവാളൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷായെ കോടതി റിമാൻഡ് ചെയ്തു. കുടകിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടുകയായിരുന്നു ഇദ്ദേഹത്തെ. അതേസമയം റിമാൻഡ് തടവുകാരനായി ജയിലിലേക്ക് കയറുന്നതിന് മുൻപ് ജയിൽ കവാടത്തിൽ വെച്ച് മണവാളന്റെയും സുഹൃത്തുക്കളുടെയും റീൽസ് ചിത്രീകരണവും നടന്നു. കഴിഞ്ഞ ഏപ്രിൽ 19 കേസിനാസ്പദമായ സംഭവം. മണവാളൻ എന്ന വിളിപ്പേരുള്ള മുഹമ്മദ് ഷഹീൻ ഷായും സുഹൃത്തുക്കളും സംഘം ചേർന്ന് മദ്യപിച്ച ശേഷം കാറിൽ വരികയായിരുന്നു. ഇതിനിടയിൽ ബൈക്കിലെത്തിയ തൃശൂർ കേരളവർമ്മ കോളേജിലെ 2 വിദ്യാർത്ഥികളുമായി വാക്കുതർക്കമുണ്ടായി. കയ്യേറ്റം ചെയ്യുമെന്ന് ഉറപ്പായപ്പോൾ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ മണവാളനും സംഘവും കാറിൽ പിന്തുടർന്നു. മണവാളനായിരുന്നു കാർ ഓടിച്ചിരുന്നത്. വിദ്യാർത്ഥികളുടെ ബൈക്കിൽ ഇയാൾ കാറിടിച്ചു. അപകടത്തിൽ ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ഗൗതമിനും സുഹൃത്തിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവശേഷം മണവാളൻ ഒളിവിൽ പോയിരുന്നു. മണവാളനെതിരെ 24-ന് പോലീസ് ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. സംഗതി കൊള്ളാം. എന്തായാലും ഒരാള് അറസ്റ്റിലായതിനു ശേഷം പോലും റീൽസ് ഉണ്ടാക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എന്തോ വലിയ കാര്യം ചെയ്യുന്നതാണൊക്കെ പുള്ളി വലിയ VIP സ്റ്റാറല്ലേ, എന്തെന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പറയാനൊരു വാക്ക് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുക. ഇതേ കണക്കത്തെ ആൾക്കാരോട് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുക. എന്തെന്നാ ഇത്, ഒരു ജീവൻ എടുക്കാൻ നോക്കിയിട്ട് ഇവന്മാരൊക്കെ നല്ല ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. നല്ല കുറേ ഷോയും കാണിച്ചുകൊണ്ട് അതിനൊത്ത് കുറേ ഫാൻസും ഫോളോവേഴ്സ് ഇവന്മാരെ പോലത്തെ ഉട്ടായ്പകൾക്ക് കുറേ ഫാൻസും ഫോളോവേഴ്സ്. ഇത്രയൊക്കെ തെറ്റും ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടാക്കി കാണിക്കുന്നവർക്കാണ് കൂടുതൽ ഫോളോവേഴ്സ്. അടിപൊളി. ശക്തമായിട്ട് തിരിച്ചു വരും. നല്ല ലാത്തി ചാർജും ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ സുഖമായിട്ട് തന്നെ തിരിച്ചു വരും. എന്ത് അഹങ്കാരമാണെന്ന് എന്തായാലും കൊള്ളാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് കുറേ യൂട്യൂബേഴ്സിൻ്റെ ഇതേ കണക്കത്ത് ഇഷ്യൂസ് പല രീതിയിലും വരാറുണ്ട്. ബട്ട് നിങ്ങളെല്ലാവരും ഒരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സെലിബ്രിറ്റീസോ ഇതോ ആയതിനു ശേഷം കഴിവതും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നോക്കുക. നിങ്ങൾക്കുള്ള മാർക്കറ്റ് നിങ്ങൾ വിചാരിക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് പബ്ലിസിറ്റി ആവുമെന്ന്. പബ്ലിസിറ്റി ആയതിനു ശേഷം ആ ബ്ലാക്ക് മാർക്ക് അത് നമുക്ക് മാറ്റാനും എടുക്കത്തില്ലല്ലോ. സോ എപ്പോഴും ആ ഒരു കാര്യത്തിലൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചുമ്മാ നിങ്ങളെ മാർക്കറ്റ് അത് ഡൗൺ ആകുന്നു. ഓക്കെ, വേറെ എന്താ പറയുക മണവാളനെ കുറിച്ച്? നിങ്ങളെല്ലാവരും പുള്ളിയുടെ വീഡിയോസ് കാണുന്നുണ്ട്. ഉടായിപ്പ് പ്രാങ്കും അതും ഇതൊക്കെ കൊണ്ട് ഇറങ്ങി നാണോന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ലാത്തൊരു ഇജാതി ഐറ്റം. എന്തായാലും ശരി, എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ദയവേത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സീ യു.